നമ്മുടെ ചരിത്രം നമ്മുടെ ഈ പുരാതന പാട്ടാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ പാട്ടെന്ന് പറയുന്നല്ലോ, ഈ പാട്ട് എങ്ങനെയാ ഉണ്ടായത്? ഈ പാട്ട് ആരാ പാടിയത്? ഈ പാട്ട് എന്തിനാ പാടിയത്? ഈ പാട്ടിനെ പറ്റിയുള്ള ചരിത്രം, ആ പാട്ടിനെ പറ്റിയുള്ള ചരിത്രത്തിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചരിത്രം മുഴുവൻ പാട്ടായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് ഇതാര് പാടി? അവര് ഇതെന്തിനു പാടി? ഇവിടെ ഒരുപാട് നമുക്കറിയാം, മറ്റു സമുദായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരെ പറ്റി ഒന്നും ഒരു പാട്ടുമില്ല, പുരാതന പാട്ടായിട്ട് അവർക്ക് പറയാനൊന്നുമില്ല. പക്ഷെ ക്നാനായക്കാർക്ക് മാത്രം ഈ പാട്ടുണ്ട്, അവരുടെ ചരിത്രം. ആ ചരിത്രം എന്ന് പറയുമ്പോൾ, അന്ന് നമ്മൾ 345 ഉർഹായിൽ നിന്നും പുറപ്പെടുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ വരെയും ഇതിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുക. ഇതെങ്ങനെയുണ്ടായി? നമുക്കതൊന്ന് നോക്കാം. നമ്മളിവിടെ എത്തി. ക്നായ് തോമയുടെ നേതൃത്വത്തിൽ നമ്മൾ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി. നമ്മളെ അവർ സ്വീകരിച്ചു. മുമ്പേ നമ്മൾ കണ്ടു സ്വീകരണമൊക്കെ. സ്വീകരിച്ചു. ഇവിടെ ജീവിക്കുന്ന സമയത്ത്, ആ സമയത്ത് ക്നായ് തോമ ഇവിടുത്തെ ഭരണസമിതിയിൽ അംഗമാണ്. ഈ നാട്ടിലെ ഭരണസമിതിയിൽ അംഗമായി കഴിയുമ്പോഴാണ് ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാട്ടിലെ 4 വംശത്തിൽപ്പെട്ടവർ അവർ രാജാവുമായിട്ട് പിണങ്ങി ഈ നാട് വിട്ടുപോയി. കുറെ കഴിഞ്ഞതിന് ശേഷമാണ് രാജാവ് ഈ കാര്യം അറിയുന്നത്. ഈ ജനം ഇവിടെ ഇല്ല, 4 വംശത്തിൽപ്പെട്ടവർ ഈ ജനം ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടായി. ബുദ്ധിമുട്ട് മറ്റൊരു രീതിയിലല്ല, പണിയായുധങ്ങൾ ഉണ്ടാക്കാൻ ആളില്ല, യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കാൻ ആളില്ല എന്ന് തുടങ്ങിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇവരെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. രാജാവ് ക്നായ് തോമയോട് പറഞ്ഞു, നീ ഒന്ന് അന്വേഷിക്കുക. കാരണം രാജ്യാന്തര ബിസിനസ് നടത്തുന്ന ആളാണ് ക്നായ് തോമ. ലോകം മുഴുവൻ അദ്ദേഹത്തിന് കണക്ഷനുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഈ ജനം എവിടെയാ പോയതെന്ന് ക്നായ് തോമ കണ്ടുപിടിച്ചു. അവർ ഇവിടുന്ന് പോയിരിക്കുന്നത് ഈഴം നാട്ടിലേക്കാണ്, നമ്മുടെ ഇപ്പോഴത്തെ ശ്രീലങ്കയിലേക്കാണ് ഈ ജനം മുഴുവൻ പോയിരിക്കുന്നതെന്ന് തോമ കണ്ടുപിടിച്ചു. ക്നായ് തോമ മനസ്സിലാക്കി. പക്ഷെ അവരെ കൊണ്ടുവരാൻ വേണ്ടി അന്ന് എവിടെയും യാത്ര ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ, എവിടെയും യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കു ഭാഗത്തായിട്ട് യുദ്ധം നടക്കുന്നെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ പറ്റിയ ആൾക്കാരാണ് ഈ പാണന്മാർ അഥവാ വീരടിയന്മാരെന്ന് പറയും. അവരുടെ കുലത്തൊഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രാജാക്കന്മാരുടെ അവദാനങ്ങൾ അവർ പാട്ടാക്കും. രാജാക്കന്മാരുടെ അവദാനങ്ങൾ പാട്ടാക്കിയിട്ട് അവരുടെ വീടുകളിൽ പോയിരുന്ന് പാടി അപ്പോൾ സമ്മാനം ആ വീട്ടിൽ നിന്ന് കൊടുക്കും. അങ്ങനെ രാജാക്കന്മാരുടെ പാട്ടുകൾ, അവദാനങ്ങൾ അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കി പാടി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ നാട്ടിലെ പാണന്മാർ. അങ്ങനെ പാണന്മാരുടെ നേതാവായ തിരുവരങ്ങനോട് ക്നായ് തോമ പറഞ്ഞു, ഇവിടെ നിന്നും പോയിരിക്കുന്ന ഈ 4 വംശത്തിൽപ്പെട്ട ജനത്തെ നീ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു, രാജാവ് ആവശ്യപ്പെടുന്നു. എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരും? അങ്ങനെ തിരുവരങ്ങൻ ഈ ദൗത്യം ഏറ്റെടുത്തു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അടയാളം കാണിക്കുവാൻ വേണ്ടി രാജാവിൻ്റെ അംശാസ്ത്രവും ക്നായ് തോമയുടെ അംശവടിയും അടയാളമായി കൊടുത്തു. ഈ അടയാളമായിട്ടാണ് തിരുവരങ്ങൻ പോകുന്നത്. പക്ഷേ അവിടെ അന്നേരം വേറൊരു പ്രശ്നമുണ്ട്. ഒരു നാട്ടിൽ ചെന്നിട്ട്, ഈഴം നാട്ടിൽ ചെന്നിട്ട് ഇവിടുന്ന് പോയവരെ എങ്ങനെ തിരിച്ചറിയും? ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ക്നായ് തോമ അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സ്ത്രീകൾ നെല്ല് ഉണക്കാനിട്ടിട്ട് പായയുടെ തുമ്പത്ത് ഇരിക്കുന്ന കാണാം. ഒരു സ്ത്രീയുടെ തലയിൽ പേൻ കുത്തിക്കൊണ്ട് ഇനിയൊരു സ്ത്രീ ഇരിക്കുന്ന കാണാം. ആ സ്ത്രീയുടെ തലയിൽ പേൻ കുത്തി വേറൊരു സ്ത്രീ ഇരിക്കുന്ന കാണാം. ഇത് അവരുടെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെ നിങ്ങൾ ആരെ കാണുന്നു, അവരാണ് ഇവിടെ നിന്നും പോയ ഈ 4 വംശത്തിൽപ്പെട്ടവർ. അങ്ങനെ തിരുവരങ്ങൻ അവിടെ ചെന്നു.
അവരെ കണ്ടുപിടിച്ച് അവരോട് പറഞ്ഞു തിരിച്ചു പോരണം. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിച്ചു. ക്നായിത്തോമായും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു പോരാൻ, അടയാളമൊക്കെ കാണിച്ചു. അപ്പോൾ പറഞ്ഞു ശരി, ഞങ്ങൾ തിരിച്ചു വരാം. അങ്ങനെ ഇവരവിടുന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്തു? അവരുടെ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി 2 കിരീടമുണ്ടാക്കി. ഒന്ന് രാജാവിനും ഒന്ന് രാജ്ഞിക്കും. അവർ 2 കിരീടമുണ്ടാക്കി. അതുമായിട്ടാണ് തിരികെ ഈ ജനം മുഴുവൻ തിരിച്ചു വന്നപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. ഇവിടെ ആകെ ബുദ്ധിമുട്ടില്ലായിരുന്നു ഇവരില്ലാഞ്ഞു. ആ ബുദ്ധിമുട്ടെല്ലാം മാറി രാജാവിന് ഭയങ്കര സന്തോഷമായി. ഇവിടെ വന്ന് രാജാവിന് രാജ്ഞിക്കും വേണ്ടിയിട്ട് ഈ കിരീടം സമ്മാനമായിട്ട് കൊടുത്തു. രാജാവ് അതെടുത്തിട്ട് ക്നായിത്തോമയുടെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, ഇത് നിനക്ക് ചേരും, പദവിക്കൊത്ത ഒരു കിരീടം കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കിരീടം ക്നായിത്തോമയ്ക്ക് സമ്മാനമായിട്ട് രാജാവ് കൊടുത്തു. ആ കിരീടം ഇന്നിപ്പോ എവിടെയുണ്ടെന്നറിയാമോ? ആ കിരീടമാണ് ഇപ്പം ചുങ്കം ഫൊറോന പള്ളിയിൽ, അതായത് നമ്മുടെ തൊടുപുഴ ചുങ്കം ഫൊറോന പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വേന്തൻ മുടി എന്ന പേരിൽ അറിയപ്പെടുന്ന മുടി. അതിന് വേന്തൻ മുടി എന്നാണ് അറിയുന്നത്. അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ആ കിരീടമാണ് അന്ന് ചേരമാൻ പെരുമാൾ രാജാവ് ക്നായിത്തോമയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. അങ്ങനെ ക്നായിത്തോമയ്ക്ക് ആ സമ്മാനം കൊടുത്തു. ഒപ്പം ഇവരെ കൊണ്ടുവരാൻ പോയ തിരുവരങ്കൻ, പാണന്മാരുടെ നേതാവായ തിരുവരങ്കന് രാജാവ് സമ്മാനം കൊടുത്തു. വീണ്ടും രാജാവ് കൊടുത്ത സമ്മാനം എന്തൊക്കെയാ? രാജാവ് തിരുവരങ്കന് ആനയെ കൊടുത്തു, പോത്ത് കൊടുത്തു, നിലം കൊടുത്തു, വിത്ത് കൊടുത്തു. നീ പാട്ട് മാത്രമല്ല, നീ കൃഷി ചെയ്ത് ജീവിച്ചു കൊള്ളാൻ അവനൊരു അവകാശം കൊടുത്തു, കൃഷി ചെയ്ത് ജീവിക്കാനുള്ള. പക്ഷെ കാലക്രമത്തിൽ ഇതെല്ലാം തിരുവരങ്കന് കൈമോശം വന്നുപോയി. അവനത് ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ അറിയാൻ മേലാതിരുന്നുകൊണ്ട് അതെല്ലാം കൈവിട്ടുപോയി. ആന കാട്ടിൽ അവൻ മാടത്തിൻ്റെ കാലെ കൊണ്ട് കെട്ടി അത് കാട്ടിൽ കയറിപ്പോയി. പോത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കെട്ടി ഉഴാൻ ശ്രമിച്ചു, പോത്ത് പിണങ്ങിപ്പോയി. ചുരുക്കം അവന് കിട്ടിയതെല്ലാം നശിച്ചു പോയി. ആ സമയത്ത് രാജാവ് അവന് വീണ്ടും ഒരു അവകാശം കൊടുത്തു. ഈ വിദേശികളായി വന്നിരിക്കുന്ന ഈ ക്നായിത്തോമയുടെ ആൾക്കാരുടെ ഒക്കെ ചരിത്രം നീ പാട്ടാക്കി അവരുടെ വീടുകളിൽ, കർക്കിടക മാസത്തിൽ അവരുടെ വീടുകളിൽ 7 രാവ് ചെല്ലുമ്പോളം നീ അവിടെ പോയി ഈ പാട്ട് നിനക്ക് അവിടെ പാടാം. അപ്പോ അവർ നിനക്ക് ആ വീട്ടിലെ ഒരാളുടെ വിഹിതം നിനക്ക് തരും സമ്മാനമായിട്ട്. മറ്റേ രാജകുടുംബങ്ങളിൽ പോയി രാജാക്കന്മാരുടെ അവദാനങ്ങൾ പാടിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ പാണനൊരു അവകാശം കിട്ടി ഇതുപോലെ പാട്ട് പാടാനായിട്ട്. ആ പാട്ട് പാണന്മാരെ പറ്റി ഡോക്ടർ PJ തോമസിന്റെ കേരളത്തിലെ ക്രിസ്തീയ സാഹിത്യം എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ അവകാശം അവന് കിട്ടി. അങ്ങനെയാണ് അവൻ നമ്മുടെ പിതാക്കന്മാരോട്, നമുക്കറിയാം നമ്മുടെ 72 കുടുംബം, 7 വംശത്തിൽ 7 tribes and 72 family. ഈ 72 കുടുംബത്തിലെ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കുകയാണ്, നിങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ ഉറഹായിൽ, നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു അവിടെ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ചോദിച്ച് ഈ പാട്ടുകൾ എഴുതി. ഈ പാട്ട് ഇവര് നമ്മുടെ വീടുകളിൽ തന്നെ വന്ന് പാടി നമ്മൾ സമ്മാനം അവർക്ക് കൊടുക്കും. ഏതാണ്ട് 1500 അടുത്ത് നമ്മൾ കൊടുങ്ങല്ലൂരിൽ നിന്നും പലായനം ചെയ്ത് തെക്കൻ പ്രദേശത്തേക്ക് പോരുന്ന കൂട്ടത്തിൽ ഈ കൂട്ടരും നമ്മുടെ കൂടെ കുറെ പേര് പോന്നു. അവര് കുറച്ച് പേര് നമ്മുടെ എടത്തുവ ഭാഗത്ത് സെറ്റിലാക്കി. കുറെ അധികം ആൾക്കാർ ഇവിടെ ചങ്ങനാശ്ശേരി ഉണ്ട്. വാഴപ്പള്ളിച്ചെറയുടെ പടിഞ്ഞാറ് ചുറ്റി എന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് താമസിക്കുന്നത് ഈ പാണന്മാർ. അവർക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. കൊടുങ്ങല്ലൂർ ദേവിയുടെ നാമത്തിലുള്ള ക്ഷേത്രമാണ്. തെക്കൻ കേരളത്തിൽ ഈ പറഞ്ഞ കൊടുങ്ങല്ലൂരെ ദേവിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമില്ല. അവരിവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മുടെ ചരിത്രം മുഴുവൻ രേഖപ്പെടുത്താൻ ഒരിടയായി. ആ ചരിത്രത്തിൽ കൂടെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുക നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയാണ്
എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ മനസ്സിലാകുന്നത് ഇവരെഴുതിയ ഈ പാട്ട് മുഖാന്തിരമാണ്. അതിനകത്ത് വള്ളി പുള്ളി തെറ്റില്ല. ഇതെത്രയോ കാലം നമ്മൾ വന്ന AD 345 ശോവാല എന്ന കാലത്തിൽ ഇവിടെ മാറാൻ വന്ന് പിറന്ന ശേഷം ശോവാല എന്ന കാലം, യേശു വന്ന് പിറന്ന ശേഷം ശോവാല എന്ന കാലത്തിൽ വന്ന നമ്മുടെ ചരിത്രം, നമ്മളെ പറ്റിയുള്ളത് മുഴുവൻ അവരാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ചരിത്രം അറിയാവുന്നതും. ഇതൊക്കെ സത്യമാണ്. ഈ പാട്ടിലെ ചരിത്രത്തെ പറ്റി യഥാർത്ഥമായിട്ട് അറിയാൻ വയ്യാത്തവര് എന്ത് ചെയ്യും? മറ്റുള്ളവർ പ്രസംഗിക്കുന്നത് കേട്ടുമ്പോൾ നേരാണോ? നമ്മുടെ പിള്ളേർക്കൊക്കെ അറിയില്ല. കുട്ടികൾ ഇത് മനസ്സിലാക്കുക, മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കുക. നമ്മുടെ പുരാതന പാട്ടിൽ പറഞ്ഞിരിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അത് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല. നാനായ വംശജരായിട്ടുള്ള ഒരു 95% ആൾക്കാർക്കും അറിയില്ല അത് എന്താന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആരായിരുന്നു? നമുക്കറിയാം, നമ്മൾ സ്വവംശ വിവാഹ ആചാര പാരമ്പര്യം പാലിച്ച് ജീവിക്കുന്ന നമ്മൾ, ഇന്ന് നിങ്ങളും ഞാനും പുറകോട്ട് പോയാൽ ഒരു 40-45 തലമുറ പുറകോട്ട് പോകുമ്പോൾ അവിടെ നിന്നും വന്ന ഒരു പിതാവിൻ്റെ അടുത്ത് ചെല്ലും. നമ്മളെല്ലാം തിരിച്ച് പുറകോട്ട് പോയാൽ ഈ 72 കുടുംബത്തിൽ ചെല്ലും. ആ ബ്ലഡാണ് എൻ്റെയും നിങ്ങളുടെയും സിരകളിലൂടെ ഓടുന്നത്, യാതൊരു സംശയവുമില്ല. കാരണം അന്നു മുതൽ സ്വവംശത്തിൽ നിന്ന് വിവാഹം കഴിച്ച് കഴിയുന്ന നമുക്ക് അവരുടെ അടുത്ത് ചെല്ലാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മളൊരു കാര്യം ചിന്തിച്ചു ചോദിക്കണം, അവരാരായിരുന്നു? ഈ പിതാക്കന്മാരാരായിരുന്നു? അവരെന്തിനാണ് അവിടുന്ന് ഇങ്ങോട്ട് പോകുന്നത്?